കഴിഞ്ഞ 4-5 വർഷമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എവിടെയുമുള്ളത്. അനുനിമിഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശ സർവകലാശാലകളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചാറ്റ് GPT ആയിരുന്നു. ഗൂഗിളിനെ കടത്തിവെട്ടുന്ന തരത്തിലായിരുന്നു ചാറ്റ് GPTയുടെ കടന്നുവരവ്. ജെമിനി, ക്ലോസായി തുടങ്ങി പുതിയ വേർഷനുകൾ ഒരുപാട് കമ്പനികൾ മുമ്പോട്ട് കൊണ്ടുവന്നു. അങ്ങനെ നിർമ്മിതി ബുദ്ധിയിൽ അമേരിക്കൻ ബുദ്ധി മുൻപിൽ നിന്നുകൊണ്ട് ഒരുപാട് ടെക്കി കമ്പനികൾ കുതിച്ചുകൊണ്ടിരുന്നു. പരമ്പരാഗതമായ വ്യവസായങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നരായി മാറിയത് ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ മൈക്രോസോഫ്റ്റ് പോലെയുള്ള, ആമസോൺ പോലെയുള്ള അല്ലെങ്കിൽ ടെസ്ല പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഉടമകളാണെന്ന് ഓർക്കണം. ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചവർ. അടുത്ത തലമുറ മാറ്റമാണ് ഇപ്പോൾ നിർമ്മിത ബുദ്ധിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മുൻപിലെത്തിയതും മറ്റ് കമ്പനികളെയൊക്കെ തകർക്കുന്ന തരത്തിൽ, കീഴ്പ്പെടുത്തുന്ന തരത്തിൽ മുമ്പോട്ട് പോയതും NVIDIA എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയായിരുന്നു. NVIDIA ആയിരുന്നു നിർമ്മിതി ബുദ്ധിയിലെ ഏറ്റവും മുമ്പന്മാർ. NVIDIA ആയിരിക്കും ഇനി ലോകം ഭരിക്കാൻ പോകുന്നതെന്ന് നമ്മളൊക്കെ കരുതി. എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം NVIDIAക്ക് നഷ്ടം $600 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അതായത് 50 ലക്ഷം കോടി രൂപ. NVIDIAയുടെ 14.4% മൂല്യം ഒറ്റയടിക്കിടിഞ്ഞത്. NVIDIAയുടെ മാത്രമല്ല, അമേരിക്കയിലെ എല്ലാ ടെക്കി കമ്പനികളുടെയും മൂല്യം ഇടിഞ്ഞു. നാസ്ഡാക്ക് 3% താഴോട്ട് പോയി. ഡച്ച് ചിപ്പ് നിർമ്മാതാക്കളായ ASM 6.6% ഇടിവ് തട്ടി. ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കിംഗ് 8.3% ഇടിഞ്ഞു. മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ ബാങ്ക് 19% ഇടിഞ്ഞു. ഇതിന്റെയൊക്കെ കാരണം ഒന്ന് മാത്രം, ചാറ്റ് GPTയെയും അമേരിക്കയുടെ നൂതനമായ നിർമ്മിത ബുദ്ധിയെയും മറികടക്കുന്ന തരത്തിൽ ചെലവ് കുറഞ്ഞ, കൃത്യത കൂടിയ പുതിയ AI ചാറ്റ് ബോട്ടുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നു.